പാലക്കാട് ഇനി ഏറ്റവും നിർണായകമായ 5ാം റൗണ്ടിന്റെ നൂറാണി മൂത്താന്തറ വടക്കുന്തറ മേഖലയിലെ ഫലമാണ് ഞാൻ ആകാംക്ഷയോടെ അവിടെ നിന്നൊരു മാറ്റം അത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന ചോദ്യം. ഗോകുലെ പറയൂ, എന്താണ് ടെൻഷൻ കാരണം നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് എല്ലാവർക്കും. എന്ത് സംഭവിക്കുന്നു അവിടെ? തിരികെ വരുന്നുണ്ടോ BJP, അതോ അടിച്ചു കയറുകയാണോ രാഹുൽ? അതായത് ഇനിയുള്ള 5ാം റൗണ്ട് അതീവ നിർണായകമാണ്. കാരണം മൂത്താന്തറ പോലുള്ള മേഖലകളിൽ BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മേഖലയാണ് ഈ മൂത്താന്തറ, നെയ്ക്കാരത്തെരുവ്, ഈ പ്രദേശങ്ങളാണ് ഇപ്പോൾ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. വടക്കന്തറ വരെയുള്ള മേഖലകൾ വരും. അപ്പോൾ ഈ പ്രദേശത്ത് സ്വാഭാവികമായും BJPക്ക് ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു വോട്ടിന്റെ വർധന ഉണ്ടാകും. അത് രാഹുലിനെ മറികടന്ന് 1418 എന്നുള്ള ഒരു നമ്പറിനെ മറികടന്ന്, അതായത് ഗോകുലി 5ാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, BJPക്ക് സ്ട്രോങ് ഹോൾഡ് സ്ഥലമാണ്. 2500 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷയാണ്. അവിടുത്തെ എന്തെങ്കിലും വിവരം എണ്ണി തുടങ്ങിയിട്ട് ടേബിളിൽ നിന്ന് എന്തെങ്കിലും ഒരു വിവരം, ഒരു വോട്ടിന്റെ എങ്കിലും വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ക്ഷമിക്കണം, 5ാം റൗണ്ട് പൂർത്തിയായി. കണക്ക് ഇപ്പോൾ ലഭ്യമാകും. 5ാം റൗണ്ട് പൂർത്തിയായി എന്നുള്ളതാണ് പൂർത്തിയായി. 5ാം റൗണ്ട് പൂർത്തിയായി. ഇപ്പൊ വരും കണക്ക്, ഇപ്പൊ വരും. നോക്കിക്കോ സ്ക്രീനിൽ നോക്കിക്കോ, മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ നോക്കി. ഇപ്പൊ വരും ആ കണക്ക്. ലീഡ് കൂടുമോ കുറയുമോ? ഇവിടെയാണ് ബിജെപിയുടെ സ്ട്രോങ് ഹോൾഡ് പ്രദേശങ്ങളുള്ളത്. പിന്നെ BJPയെ സംബന്ധിച്ച് ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ളതാണ് അതിനർത്ഥം. കുറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം കുറയും? ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞു ഇറങ്ങി പോയാൽ മതി എന്നൊരവസ്ഥ വരും. എന്തായാലും 1418 ലീഡാണ് രാഹുൽ അവിടെ നിൽക്കുന്നത്. BJPയുടെ RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ട് നില കൂടി വരുമ്പോൾ എങ്ങോട്ടാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് കളങ്ങളിൽ കാണാം. നിമിഷങ്ങളുടെ വ്യത്യാസം മാത്രമാണ്, ഉദ്വേഗത്തിന്റെ മിനിറ്റുകളാണ്. ഗോകുൽ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം വടക്കുന്തറ മേഖലയിലെ വോട്ടിംഗിന്റെ വരും. അവിടെ എത്രമാത്രം BJPക്ക് പിടിക്കാൻ കഴിയും? BJP ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്നത്, BJPക്ക് ഏറ്റവും അധികം പൊളിറ്റിക്കൽ വോട്ടുള്ള മേഖലയാണ് ഈ 4ാം റൗണ്ടിൽ എണ്ണുന്ന മേഖലകൾ. 5ാം റൗണ്ടിൽ എണ്ണുന്ന മേഖലകൾ. 5ാം റൗണ്ടിന്റെ കൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് വോട്ട് കൊടുത്ത ഇടമാണ്. അവിടെ നിന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് BJPക്ക് ആശ്വാസമെങ്കിലും പകരുമോ എന്നുള്ളതാണ് ചോദ്യം. പൊട്ടിക്ക് സ്വാമി എന്ന് പറയും പോലെയാണ്. വരുന്നില്ലല്ലോ. ചേലക്കര കൂടുന്നുണ്ട്. ചേലക്കരയിൽ 7000-ന് മുകളിലേക്ക് UR പ്രദീപിന്റെ ലീഡ്. അതായത് പാഞ്ഞാൾ, രതീഷ് പറഞ്ഞ പാഞ്ഞാൾ എണ്ണിക്കഴിയുമ്പോൾ കുറയുകയല്ല, കൂടുകയാണ് ചെയ്തത്. 7275 വോട്ടുകൾക്ക് UR പ്രദീപ് ലീഡ് ചെയ്യുകയാണ്. 5 റൗണ്ട് പിന്നിടുമ്പോൾ 7245, 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 7245 വോട്ടുകൾക്ക് UR പ്രദീപ് ലീഡ് ചെയ്യുന്നു അവിടെ. അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ സുഹൃത്തുക്കളുമായി ജീപ്പിൽ പാഞ്ഞു വന്നിറങ്ങിയ ജംഗ്ഷനാണ് പാഞ്ഞാൾ. അവിടെ മംഗലശ്ശേരി നീലകണ്ഠനായി ഇതാ വരികയാണ് UR പ്രദീപ്. വലിയ ലീഡ്, പ്രദീപിന്റെ ലീഡ് 7245. 4 പഞ്ചായത്തുകൾ എണ്ണി. വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ 4 പഞ്ചായത്ത് എണ്ണുമ്പോഴാണ് UR പ്രദീപിന് 7245 വോട്ടുകൾ ലീഡ് കിട്ടുന്നത്.